அஸ்வதி சைன் போடுங்க. ஆபரேஷனுக்கு முன்னாடி சைன் போடணும். தெரியாதா? അപ്പോ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്യാൻ പോവാ? വേണ്ടേ? ഇതിലിപ്പോ ഞങ്ങളിൽ ആരാ സൈൻ ചെയ്യണ്ടേ? പ്രതിയുടെ ഒപ്പമല്ല മേടിക്കാറുള്ളത്. പെൺ நீங்க மட்டும் தியேட்டர் பக்கத்துல நின்னா போதும், அங்க கொண்டு வருவோம். நீங்க வாங்க. ചെല്ലടാ. ഒന്നുമില്ലടാ. ஹலோ, எஸ் டாக்டர். மதுரை, சீக்கிரம் ஆபரேஷன் தியேட்டருக்கு வாங்க.
പോലെ ആയില്ലടാ. സെറ, എടാ ആ സിറ്റുവേഷനിൽ ആരായാലും അതേ ചെയ്യൂ. നീ ആണേലും ഞാനാണേലും ആരായാലും. ഹോസ്പിറ്റലിൽ കയറിയപ്പോഴും അവൾ എന്നോട് പറഞ്ഞത്, എന്നിട്ടും നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നടാ. ഇനി എന്തായിരുന്നു നമ്മള് ഡെലിവറി ആണ് നടത്തി കൊടുക്കണമായിരുന്നോ? പറയണമായിരുന്നു. അവള് അറിയാതെങ്കിലും ആരോടെങ്കിലും പറയണമായിരുന്നു. സെറ, ഇനിയിപ്പോ പഴയത് പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നൗസ് ദ പ്രസന്റ് ദാറ്റ് മാറ്റേഴ്സ്. ഫ്യൂച്ചറും നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അവൾ എവിടെ പോയെന്ന് നമുക്കറിയില്ല. ആര് ചോദിച്ചാലും അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പുറത്ത് നമ്മളിത് പറഞ്ഞാ അതോടെ തീർന്നു. നമ്മുടെ പഠിത്തവും ഫ്യൂച്ചറും ഒക്കെ പറയാതിരുന്ന, ആരും അറിയാതിരുന്ന നമ്മളങ്ങ് രക്ഷപ്പെട്ടോളുന്ന, നമ്മളെ സമാധാനമായിട്ട് ഇരുന്നോളുന്ന. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ ലൈഫാണ് ഇമ്പോർട്ടന്റ്. അത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴേ നമുക്കതൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴേ പൂജ സാറി ഒരു ബാധ്യതയാവാൻ പാടില്ല ആർക്കും. ശ്രീ നമ്മളോട് ക്ഷമിക്കും. ഏതെങ്കിലും അവസ്ഥയിൽ അവൾ നമ്മളെ ഇപ്പൊ കാണുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. അവൾ നമ്മളോട് ക്ഷമിക്കും. നമുക്കറിയാവുന്നതല്ലേടാ അവളെ. പൂജ, ഗുഡ് ഗോഡ്, ഞാൻ എവിടെയെല്ലാം നോക്കി. അവിടുത്തെ വോട്ട് ഓഫ് താങ്ക്സ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ചെല്ല്. രാവിലെ എനിക്ക് കോയമ്പത്തൂർ ഒരു കോൺഫറൻസ് ഉള്ളതായിരുന്നു. പക്ഷെ ഡോക്ടറുടെ ഫോൺ വന്നപ്പോൾ അടയാളങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്ത് അങ്ങോട്ട് പോയി. കേട്ടപ്പോഴേ എനിക്കതുകൊണ്ട് ഉറപ്പായിരുന്നു അത് ഫാദർ പറഞ്ഞ കുട്ടി തന്നെയാണെന്ന്. മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലൊന്ന് അന്വേഷിച്ചു, ക്ലോസ് ഫ്രണ്ട്സിനോടും മറ്റും. ബട്ട് ഇറ്റ് വാസ് ഓഫ് നോ യൂസ്. അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റർ ജേക്കബിനെ ഇൻഫോം ചെയ്തത്. പക്ഷെ അപ്പോഴും ഒരു ഡെത്ത് എന്നുള്ളത്, അതും ഇങ്ങനെ ഒരു ഡെത്ത് എന്നുള്ളത്, എത്ര മൈനർ സർജറി ആയാലും അതിലൊരു റിസ്ക് ഉണ്ടാവും. ബട്ട് ദിസ് വാസ് ടോട്ടലി അൺഎക്സ്പെക്ടഡ്. ഒരു ടൊറൻഷ്യൽ ബ്ലീഡിംഗ് അങ്ങ് തുടങ്ങിയിട്ട് ബട്ട് വൈ ഡിഡ് യു ഡു ഇറ്റ്? എല്ലാ തരത്തിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമെന്നറിഞ്ഞിട്ടും നിങ്ങളെപ്പോലുള്ളവർ ചെയ്യാൻ തയ്യാറാകുന്നതാണ് ഏറ്റവും വലിയ. എല്ലാ തരത്തിലും ഇല്ലീഗൽ എന്ന് പറയുന്നത് ശരിയല്ല. അബോർഷൻ എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതൊരു റേപ്പ് വിക്ടിമിന്റെ പ്രഗ്നൻസി ആവുമ്പോ പ്രത്യേകിച്ചും. റേപ്പ് വിക്ടിം? വാട്ട് ഡു യു മീൻ റേപ്പ് വിക്ടിം? ഐ മീൻ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. കേട്ടപ്പോ അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാമായിരുന്നു. അല്ലാതെ 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടി തനിയൊരു ഹോസ്പിറ്റലിൽ കയറി എന്ന് പറഞ്ഞാൽ ഉടനെ അങ്ങ് നോ, ആ കുട്ടി വന്നത് തനിച്ചായിരുന്നില്ല. To sin a cos B is equal to sin A plus B plus sin A minus B. Good, sit down. Excuse me, sir. Yes. Pooja Krishna and Sarah Elizabeth. Good morning, Father. ഈ കുട്ടി. ആർ യു ഷുവർ? വെരി ഷുവർ. ഇവളുടെ റോൾ എന്തായിരുന്നു? ഐ മീൻ വെറുതെ ഒരു കൂട്ടായിട്ട് വന്നാണോ അതോ? സംസാരിച്ചതും ഞാൻ ചോദിച്ചതിനൊക്കെ മറുപടി പറഞ്ഞതും ഈ കുട്ടിയാണ്. ശ്രീദേവി എന്ന് നിങ്ങൾ പറഞ്ഞ കുട്ടി ടോട്ടലി സൈലന്റ് ആയിരുന്നു. എന്ന് പറയുമ്പോ എല്ലാ ഡീറ്റെയിലും തന്നത് ഇവളാണ്. അതെ. അപ്പോ എല്ലാ ഡീറ്റെയിലും അറിയാവുന്നതും ഇവൾക്കാണ്. സർ, നമുക്കിതൊക്കെ ഈ കുട്ടിയുടെ പേരൻസിന്റെ പ്രസൻസിലാകുന്നതല്ലേ നല്ലത്? വേറൊരു പേരന്റ് ഇവിടെ ഉണ്ട്. ആ പേരന്റ് അറിയാൻ അവകാശമുള്ള ചില കാര്യങ്ങളും ഉണ്ട്. അബോർഷനെ പറ്റിയൊക്കെ നന്നായിട്ട് അറിയാല്ലേ? ഇതിന് മുൻപരിചയം വല്ലതുണ്ടോ? ഫാദർ പ്ലീസ്,
ഞങ്ങളുടെ സ്ഥലത്ത് വെച്ചാണെങ്കിൽ ഇത് ഇതിനേക്കാൾ ക്രൂഡാവും. അത് ഒഴിവാക്കാന്ന് വിചാരിച്ച. എന്താ ഈ റേപ്പിന്റെ സംഭവം? ഇത് എപ്പോ എവിടെ വെച്ച് നടന്ന കാര്യമാ? അങ്ങനെ ഒരു കാര്യമില്ല. എന്ന് വെച്ചാ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പറയാൻ അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു. അയാളാ. ആരാ അത്? അത് അവള് പറഞ്ഞിട്ടില്ല. ഇത്ര അടുത്ത ഫ്രണ്ടായിട്ടും അത് പറഞ്ഞിട്ടില്ല? ഇല്ല. അയാളാണെന്നുള്ളത് ശ്രീദേവി പറഞ്ഞതാണോ? അതെ. എന്താ നീ കരുതിയിരിക്കുന്നത്? അവളങ്ങ് പോയെന്ന് വെച്ച് എന്ത് കഥയുണ്ടാക്കാന്ന് അവളെ ഞങ്ങൾ എങ്ങനെ വളർത്തിയിരിക്കുന്നത് അറിയോ? അവളുടെ പാരമ്പര്യം എന്താ നിനക്കറിയോ? അന്ന് ഞാൻ അവളോട് പറഞ്ഞതാ ഈ കൂട്ടുകെട്ട് വിഷമാണെന്ന്. സാർ പ്ലീസ് കൂൾ ഡൗൺ. സാർ ഇരിക്കണം. My daughter will never do such a thing, sir. അവൾക്ക് അറിയില്ല ഇതൊന്നും. അങ്ങനല്ല ഞങ്ങൾ അവളെ. ആദ്യം ഒരു കഥ, പിന്നതാ വേറൊരു കഥ കൊണ്ടു കൊടുത്തിട്ട് പിന്നെയും പിന്നെ ഇല്ലാതാക്കുക എന്റെ മോള്. ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ എ റേപ്പ്. അതങ്ങനെ തന്നെയാ. അല്ലാതെ എന്റെ മോള്. സാർ പ്ലീസ് ലുക്ക്, സത്യം പറയുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലത്. ശ്രീദേവിയെ പോലെ ഒരാൾക്കൊരു അഫയർ എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യമാ. ഇനി റേപ്പ് എന്ന് കേൾക്കുന്നത് കൂടുതൽ സമാധാനമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. ഡോണ്ട് ട്രൈ ടു ബി സ്മാർട്ട്. കൈവീശി വരണമെങ്കിൽ തന്നാലുണ്ടല്ലോ 32 താഴെ കിടക്കും. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഒരു ഫ്രണ്ട് എന്ന നിലയിൽ നീ പോകേണ്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്താ, ഹോസ്പിറ്റലല്ല. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവളോട് പറഞ്ഞതാ. സമ്മതിക്കാത്തത് അവള് തന്നെയാ. പുറത്തിറങ്ങിയ സൂസൈഡ് ചെയ്യുമെന്ന് അവള് പറഞ്ഞത്. She is lying. ഇവള് കള്ളം പറയാ. എന്റെ മോക്കൊരു പ്രശ്നം ഉണ്ടായ അവൾ എന്റെ അടുത്ത് വന്നേനെ, അല്ലല്ലോ അവൾ അമ്മയുടെ അടുത്ത് ചെന്നേനെ. തെറ്റിച്ചുകൊണ്ട് പോയിട്ടിപ്പോ നിങ്ങളടുത്ത് അവള് വരില്ലായിരുന്നു. നിങ്ങളെ അവൾക്ക് പേടിയായിരുന്നു. നിങ്ങളെ പേടിയില്ലായിരുന്നെങ്കിൽ ആരോടും പറയുന്നതിന് മുൻപ് അവൾ നിങ്ങളോട് പറഞ്ഞേനെ. നിങ്ങളെ പേടിയില്ലായിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ഇവിടെ കണ്ടേനെ. പക്ഷെ അവൾക്ക് പേടിയായിരുന്നു. പേടിയായിരുന്നു നിങ്ങളെ. Quiet. Don't raise your voice in my office. You may continue, Jacob. യു വെയർ ഓൾസോ ദർ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? യെസ്. ഞാൻ കണ്ടിട്ടില്ല. എല്ലാ കാര്യത്തിലും നിങ്ങൾ 3 പേര് ഒരുമിച്ചല്ലായിരുന്നു എന്നല്ലേ മാഡം പറഞ്ഞത്? അതെ. ഹോസ്പിറ്റലിൽ പോയപ്പോഴും അല്ല, എന്താ? എനിക്കറിയില്ലായിരുന്നു. എന്തറിയില്ലായിരുന്നു? ഒന്നും. ഒന്നും പറഞ്ഞ പ്രഗ്നൻസിയുടെ കാര്യം, അബോർഷന്റെ കാര്യവും ഈ പറയുന്ന പരിചയക്കാരന്റെ കാര്യം ഒന്നും ഒന്നും ഇവര് രണ്ടാളും ഒരു സൂചന പോലും തന്നിരുന്നില്ല. ഇല്ല. എല്ലാത്തിലും ഒന്നിച്ച് നിന്നിട്ടും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാവുന്ന ഒരു ഇഷ്യൂ വന്നപ്പോ അത് ഇവര് കുട്ടിയോട് ഷെയർ ചെയ്യാറുണ്ട്. എന്താ? എനിക്കറിയില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ കുട്ടി എന്ത് ചെയ്യായിരുന്നു? I don't know. ശ്രീദേവിയുടെ വീട്ടിൽ ഇൻഫോം ചെയ്യായിരുന്നു. ചിലപ്പോ. ഷീ ഈസ് ദ ഹെഡ് ഗേൾ അല്ലേ? യെസ്. ഫൗണ്ടേഴ്സ് ഡേയിൽ എന്ന് ഇവര് പുറത്തുപോയി ഒരാളെ മാത്രം തിരിച്ചു വന്നപ്പോ എവിടെയായിരുന്നു എന്ന് ചോദിച്ചില്ലേ? സിനിമയ്ക്ക് പോയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു. ശ്രീ അവളുടെ വീട്ടിൽ പോയിരുന്നു.